ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ്. വീട്ടിലുള്ള വെറും 3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ മുളക് ചമ്മന്തി നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതേപോലെ തന്നെ ഒരാഴ്ചയോളം കേടാകാതെ നമ്മൾക്കിത് ഉപയോഗിക്കാനും പറ്റും. ഈ ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ചമ്മന്തി ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത കാശ്മീരി മുളകാണ്. അഥവാ നിങ്ങൾ എരിവുള്ള മുളകാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളകിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു 25 ചെറിയുള്ളി ഇതേപോലെ നല്ലോണം വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസിലുള്ള ചെറിയുള്ളി ആയതുകൊണ്ടാണ് 25 എടുത്തത്. കുറച്ചും കൂടെ വലിപ്പം കൂടിയിട്ടുള്ളതാണെങ്കിൽ ഒരു 20 എണ്ണമൊക്കെ മതിയാവും. ഇനി നമ്മൾക്ക് വറ്റൽമുളകും ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം അതിൽ നിന്ന് നമ്മൾക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാ ഭാഗവും നന്നായി ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ നമ്മൾക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോവരുത്. ഇപ്പോൾ മുളക് എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾക്ക് ചെറിയ ഉള്ളി കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി നന്നായി ഒന്ന് വഴണ്ടി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചമ്മന്തിക്കുള്ള പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഇപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പുളി കുരുവൊക്കെ മാറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പുളി കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പുളി ചേർത്തതിന് ശേഷം ഒരുപാട് വഴറ്റൊന്നും വേണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ എണ്ണയിൽ വറുത്തെടുത്ത ഉള്ളിയും പുളിയും വറ്റൽമുളകും ഒക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം. മിക്സി ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾക്ക് മുളകൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും പുളിയും ചേർത്ത് കൊടുക്കാം. ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ചമ്മന്തിയുടെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ഉപ്പ് കിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഒരുപാട് അരച്ചെടുക്കരുത്. ഇപ്പോൾ ചമ്മന്തി പാകത്തിന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വീട്ടിലുള്ള വെറും 3 ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണിത്. ഇനി ഈ ചമ്മന്തിയിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളിയും മുളകൊക്കെ മൂപ്പിക്കാനെടുത്ത എണ്ണ കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എണ്ണ ഒഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചോറിനും ദോശയ്ക്കും കപ്പ പുഴുങ്ങിയതിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതേപോലെ തന്നെ കുറേ ദിവസം നമ്മൾക്കിത് ഉപയോഗിക്കാനും പറ്റും.